അപ്പോൾ hello guys, welcome back to part 4 of Train to Busan. So ഇതോടെ ഈ മൂവി കഴിയാണ്. So let's watch the movie. മൂവി കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. Okay, come on. പാവം കൊച്ച്, ആ ചെക്കനും ആ പെണ്ണും മരിച്ചു. ബാക്കി ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഇയാളുണ്ട്. ഇവനെ ഇടിച്ചെവിടെങ്കിലും ഇട്ടിരുന്നെങ്കിൽ, അവനെ കടിച്ചിരുന്നെങ്കിൽ. ഇവൻ ഒറ്റൊരുത്തനാണ് ഇത്രയും പ്രശ്നം അത്രയും ഉണ്ടാക്കിയത്. അവനെ സഹായിക്കാൻ പോയിരിക്കുന്നു. ഇവനും കൂടെ ചത്തു കഴിഞ്ഞാൽ തീർന്നു. കടിച്ചായിരുന്നു, കടിക്കണോ? ഇവനെ കടിക്കാൻ മാത്രം ഇത്ര പ്രയാസമാണേ. അയ്യോ, ലോക്കോ പൈലറ്റിനെ കളിച്ചതാ. പിന്നെ വണ്ടി ആരും ഓടിക്കും? ഇതിപ്പോ നാട്ടുകാരെ മൊത്തം കടിക്കുകയാണല്ലോ ഇതില്. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. കാരണം ഇതിനകത്ത് എല്ലാരെയും കടിച്ചു കൊന്നിട്ടുണ്ട്. ഇല്ലാത്ത ആരും രക്ഷപ്പെടൂലേ? അവൻ മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്ന. അയ്യോ, നീ പിടിച്ചാതൊന്നും വരൂല മോനെ. അയ്യോ, അവ സാക്രിഫൈസ് ചെയ്യും കേട്ടോ. അയ്യോ പാവൂടാ. ഇപ്പൊ നാട്ടുകാരെ മൊത്തം കടിച്ചപ്പോ ഇതിൽ ആരും രക്ഷപ്പെടൂല. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ. ഇനിയിപ്പൊ കഥ കണ്ടുകൊണ്ട് നിൽക്കും ഇവിടെ. ഇനിയിപ്പോ പുള്ളി പോന്ന് പറയുന്നത് വരെ രണ്ടുപേര് കഥയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പുള്ളിയെ കടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഒന്ന് ഇറങ്ങി പോവണേ, എന്റെ ദൈവം, ഇറങ്ങി പോവാങ്ങ്. ഇപ്പൊ ചെറുക്കന് ഇന്ന് പൊങ്കാലയാണ് കേട്ടോ. ചെക്കൻ ഇന്ന് പൊങ്കാലയാണ്. ഇവിടെ വണ്ടി ഓടിക്കാൻ ആള് വേണ്ടേ? വണ്ടി ഓടിക്കാൻ ആളില്ലല്ലോ. ദൈവമേ, ഒരു പെരുന്നാളിനുള്ള ആളുണ്ട്. ഇത് ജില്ല മൊത്തം ഉണ്ടല്ലോ. ഓ, ഇതാണ് ടൈറ്റിൽ പോസ്റ്റർ. ഒരു ട്രെയിനാണല്ലോ ഓടി പിടിക്കാൻ ശ്രമിക്കുന്നത്. സുഹാനെ പിടിച്ചോ. ഈ വണ്ടി ആരും ഓടിക്കൂടാ. സ്പീഡുമില്ലല്ലോ വണ്ടിക്ക്. ഇപ്പൊ അവര് ഇത് നോക്കിക്കൊണ്ടിരിക്കുക, എത്ര പേര് ഇതിന്റെ പുറകെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഥ എത്രയും ആ വണ്ടിയുടെ സ്പീഡ് കൂട്ടാനുള്ള പരിപാടി ചെയ്യുക. ഇനി പൂസാനില് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇവർ ഇതെല്ലാം വലിച്ചെടുത്തോണ്ട് പൂസാനിലേക്ക് പോകുന്നു. ഇവനെ ഇപ്പൊ പിടിച്ചോണ്ട് പോകുന്നു. എടാ, വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ നോക്കടാ. ഓട്ടറാണ് അതിനകത്ത് കയറി അടച്ചിരുന്നാലും മതി, കുഴപ്പമില്ല. സ്പീഡ് എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് പോയാൽ മതി. ശരിക്കും പൊട്ടാൻ പോകുന്നു. അയാളെ ട്രെയിൻ അല്ല, ഇതിന്റെ കൂടെ മറ്റേവനുണ്ടല്ലോ, അവൻ വണ്ടിക്കകത്തുണ്ടോ? മറ്റവനാണ് ആയിരിക്കുന്നത്. അവനെ കടിച്ചിട്ടുണ്ടോ എന്തോ? ആശാന് കടി കിട്ടി. അവനത് വേണം. അപ്പൊ ആ വിളിച്ച അയ്യോ, പെണ്ണെ മാറിയില്ല അങ്ങോട്ട്. ഒരിടത്തേക്ക് മാറി ഇരിക്കാനുള്ളതിന്. അയ്യോ, കിട്ടി അവന് കടി കിട്ടി. എന്തോന്നടേ ഇത്?
ഛേ. Sit down over here. Sung-kyung, just stay put and listen to me. This lever, it must be pulled, but pull it only when it's safe. Understood? It's Daddy. It's still Daddy, okay? This is sad, man. Seriously, ഇതെന്തോന്നടേ ഇത്? You stay with Sung-kyung, okay? You hear me? And it's safe in Busan. You got it? No, I want you to stay. Don't go, please. It's all my fault. Daddy, please don't stay. It was a good movie, man. പക്ഷേ No, Daddy. this is too much. Please, Daddy, This stay is too with much. me. This is sad, man. This is so sad. Oh, wonderful thing. അത്രയും പേരുണ്ടായിരുന്നിട്ടാകെ 2 പേര്. I don't know what to say. ഇനി എന്തോ ആണോ എന്തോ. ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടേ? അറ്റ്ലീസ്റ്റ് സേവ് ദം. ഇവരെങ്കിലും സേവ് ചെയ്യേ. വെടിവെച്ച് കൊല്ലുമെന്ന് തോന്നും. പറയാൻ പറ്റില്ല, ഇവന്മാർ ചിലപ്പോൾ അതും ചെയ്യും. Two figures approaching in through the tunnel. Looks like a woman and a child. Over. വെടിവെക്കാനൊന്നും പറ. Take them out. Over. എന്തോന്നടേ? ഛേ. Seeing you again. Survivors approaching! പാവം, അവന് ആ വണ്ടിക്കകത്തിരുന്ന അവനില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്കന് ഇവിടെ നിൽക്കേണ്ടേ. My friend. That is the ultimate sacrifice, you know. ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് ഇതിൽ പറയുന്നല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. That is the end of the movie. This is my first time watching a Korean movie, okay? ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ മൂവി കാണുന്നത്. ആൻഡ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊറിയൻ മൂവീസ് കാണാനും. ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് പരിപാടി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കൊറിയൻ മൂവി കാണുന്നത്. ആൻഡ് മൈ ഫസ്റ്റ് റെസ്പോൺസസ് ലൈക്ക് ഇറ്റ്സ് അമേസിങ്. അടിപൊളി, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് ഡ്രമാറ്റിക് ആണ്. അതായത് ലിറ്റിൽ ബിറ്റ് ടു ഡ്രമാറ്റിക്. കാരണം ഇപ്പോൾ ഈ മൂവിക്കകത്ത് തന്നെ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എൻഡിങ് തരുമ്പോൾ അതൊരു ക്ലീഷേ പരിപാടിയായി പോകില്ലേ. ഇതിലെന്തായിരുന്നാലും അവർ സേവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ നടനും ഇവരും ഉള്ളതുകൊണ്ട് എന്തായിരുന്നാലും അവർ സേവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ലൈക്ക് നമ്മൾ ഹോപ്പ് ചെയ്ത് വന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ആ ഒരു കേസിൽ ഐ എം ഡിസപ്പോയിൻറ്റഡ്. ബിക്കോസ് മെയിൽ ക്യാരക്ടേഴ്സിനെ എല്ലാം അവർ കൊന്നു കളഞ്ഞത് ആ ഒരു സാക്രിഫൈസാണ് അവരവിടെ ഇത് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട് ആക്ച്വലി. എനിക്ക് ആ ഒരു ഇത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ മൂവി അവരിങ്ങനെ ആ കുട്ടി അച്ഛൻ ഇതിന് വരുന്നില്ല, എന്താണ് പ്രോഗ്രാമിന് വരുന്നില്ല, പ്രോഗ്രാം കാണുന്നില്ല, അച്ഛന് സമയമില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ മൂവിയുടെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഈ കൂടെയുള്ള ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മു പോലത്തെയുള്ള ആ പുള്ളി പറയുന്നുണ്ട് എന്നാണ് ഇതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സമയം വരും. ലൈക്ക് കുട്ടികൾക്ക് ആ ഒരു മെച്യൂരിറ്റി ഉണ്ടാവില്ല, നമ്മൾ എന്ത് സാക്രിഫൈസാണ് ചെയ്തിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ്
ദി അൾട്ടിമേറ്റ് സാക്രിഫൈസസ് ലൈക്ക് ഫോർ എ ലോട്ട് ഓഫ് മെൻ. ആണുങ്ങൾക്ക് പൊതുവേ അത് ഈ അച്ഛന്മാർക്കാണെങ്കിലും ഇവർ ഈ എന്താണ് ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ പൊതുവെ ആണുങ്ങളുടെ ഒരു സ്വഭാവം അതാണ്, ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യില്ല. ബട്ട് വെൻ ദ ടൈം കംസ് ദേ വുഡ് ഷോ ഇറ്റ്. അവർ സാക്രിഫൈസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവർ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മൂവിക്കകത്ത് തന്നെ വളരെ എന്താണ് ഒരു സട്ടിലായിട്ട് ആ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പ്രോഗ്രാമിന് വന്നില്ല, ഇങ്ങനെയില്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ കുറവുകൾ കാണുമ്പോഴും വെൻ ദർ ഇസ് ദിസ് ടൈം ദാറ്റ് കംസ് ഫോർ ദി അൾട്ടിമേറ്റ് സാക്രിഫൈസ് എ ഡാഡ് വുഡ് ഡു ഇറ്റ്. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒട്ടുമിക്ക 99.9% ഓഫ് ഡാഡ്സ് വുഡ് ഡു ഇറ്റ്. അത് 100% എനിക്ക് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് വി മൈറ്റ് നോട്ട് ബി ഈ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഒരു ഏജ് കഴിയുമ്പം ഈ പ്രഷറും ടെൻഷനും ഒക്കെ കാരണം ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതായി പോകുന്നുണ്ട്. ആൻഡ് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ്, പക്ഷേ അങ്ങനെ പറ്റാറുണ്ട്. ബിക്കോസ് ടു റൺ എ ഫാമിലി ഈസ് നോട്ട് സിമ്പിൾ. ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അൾട്ടിമേറ്റ് ആയിട്ടൊരു സാക്രിഫൈസ്, ഇപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാം, പക്ഷെ നിങ്ങളുടെ ഫാമിലി ഡേഞ്ചറിലാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ലൈക്ക് 99.9% ഓഫ് ഓൾ ഡാഡ്സ് വുഡ് സേ ദാറ്റ്. അതിലൊരു സംശയമില്ല. അവർ തീർച്ചയായിട്ടും അവർ ഓക്കെ എൻ്റെ ലൈഫ് എടുത്തിട്ട് ഈസിലി ദേ വുഡ് ഫോർ മീ ലൈക്ക് ഐ വുഡ് ഈസിലി ഡു ഇറ്റ്. അതിൽ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. സോ അങ്ങനെ ഒരു മെസ്സേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സട്ടിലായിട്ടാണ് ആ ഒരു മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് ആക്ടിങ് വൈസ് ഓൾസോ ആ കൊച്ചുകുട്ടിയുടെ അഭിനയം ലൈക്ക് എക്സെപ്ഷണൽ, അസാധ്യ അഭിനയമാണ്. അതുപോലെ ഹീറോ ആണെങ്കിലും പിന്നെ സൈഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. പക്ഷേ എനിക്കൊരു ഇത് പറ്റിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റൻസ് നമ്മൾ ഈ ഐ എം ലെജൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ നമ്മുടെ വേൾഡ് വാർ Z ഒക്കെ പറയുന്ന പോലെ ഈ സോംബി ഒരുപാട് ക്ലോസ് കോമ്പാക്റ്റിൽ വരുന്നതുകൊണ്ട് ഈ സോംബിയുടെ അടുത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു പേടി എലമെൻ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറവായിരുന്നു. ആൻഡ് പ്ലസ് നൈറ്റ് സീക്വൻസ് തീരെ കുറവായിരുന്നു. നൈറ്റ് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഉള്ളി ഈ ടണലിലൂടെ പോകുന്ന സീക്വൻസസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നൈറ്റ് വരുന്ന ആ സീക്വൻസ്, പിന്നെ ലൈക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് BGM ലൈക്ക് ഈ ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂവിയെ ഏറ്റവും കൂടുതൽ എലിവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ലൈറ്റിങ്ങും പിന്നെ ഈ സൗണ്ട് എഫക്ട്സുമാണ്. സൗണ്ട് എഫക്ട്സും പിന്നെ ഈ നൈറ്റ് സീക്വൻസ് ഇല്ലാത്തതിൻ്റെ ആ ഒരു പോരായ്മ ചെറുതായിട്ടുണ്ട്. അത് ബിക്കോസ് വി വർ യൂസ് ടു ദിസ്. കാരണം നമ്മൾ കണ്ട് നമ്മളങ്ങ് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ആ ഒരു പേടി എലമെൻറ്റ് അതിൽ നിന്നങ്ങ് മാറി. സോ അത് കുറച്ചുകൂടെ ഒന്ന് എന്താണ് ആ നൈറ്റ് സീക്വൻസ് ഒക്കെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ മ്യൂസിക്കൊക്കെ ഒന്ന് എലിവേറ്റ് ചെയ്ത്, അതുപോലെ ഈ സോംബീസിൻ്റെ ഇത് കുറയ്ക്കണം. ഐ മീൻ കുറയ്ക്കണം എന്നല്ല, കുറഞ്ഞിരുന്നെങ്കിൽ, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചില എലമെൻറ്റ്സിൽ ഇപ്പോൾ സോംബീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോംബി വരുമ്പോഴത്തേക്കും നമുക്കതിനൊരു വ്യൂ അപ്രീഷിയേറ്റ്. പക്ഷെ അതിപ്പോൾ ഓവറായി പോയതുകൊണ്ട് അപ്പോൾ നമുക്ക് കണ്ട് ഓക്കെ സോംബി വരുന്ന കടിക്കുന്നു. ആദ്യമൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഷോക്കും സർപ്രൈസ് എലമെൻറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതങ്ങ് ഭയങ്കര നോർമലൈസ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ അതർ ദാൻ ദാറ്റ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയണമല്ലോ. സോ അതുകൊണ്ട് എനിക്ക് തോന്നിയ കുറച്ച് ഡ്രോബാക്സ് ഞാൻ പറഞ്ഞതാണ്. ആൻഡ് മൈ ഫസ്റ്റ് ടൈം വാച്ചിങ് കൊറിയൻ മൂവി, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ റിയലി ലവ് ഇറ്റ്. സോ നമ്മളിതൊരു സീരീസ് ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് കുറച്ച് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള കൊറിയൻ മൂവീസ് എല്ലാ ജോണറിലും, ലൈക്ക് ലവ് സ്റ്റോറീസ് അല്ലെങ്കിൽ ത്രില്ലേഴ്സ്, ക്രൈം ത്രില്ലർ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ജോണറിലും, ഡ്രാമ, ഇതെല്ലാം സീരീസ് ഓൾസോ വി വുഡ് ബി റിയാക്ടിങ് ടു ഇറ്റ്. സോ ഒരു വലിയ സീക്വൻസ് തന്നെ വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിങ് ടു അവർ ചാനൽ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ ഐ ആം ലെജൻഡ് അല്ല, സോറി, ട്രെയിൻ ടു ബൂസാനിലെ എൻ്റെ movie review. Okay, so make sure that you guys are subscribing to the channel. So I'll see you guys next time. Bye. And mention your reviews also. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്നുള്ളത്, നിങ്ങൾക്ക് എവിടെയാണ് എന്ത് പോർഷനാണ് ഇഷ്ടപ്പെട്ടത്, എന്താണ് ഇതായിട്ട് തോന്നിയെന്നുള്ളതെല്ലാം നിങ്ങളും കമൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ബൈ.